ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് രുചി എക്സ്പ്രസ്സിലൂടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗ്രില്ലിലോ അല്ലെങ്കിൽ ഓവണിലോ ഒന്നും അല്ലാതെ തന്നെ പാനിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കൻ ടിക്ക തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യുമിൻ സീഡ് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടി തൈരാണ്. അപ്പോൾ ഞാൻ തൈരിൽ വെള്ളം ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്, അതായത് ഉലുവ ഇല. അപ്പോൾ നമുക്കിതുപോലെ ചെറിയൊരു പാക്കറ്റ് 25 ഗ്രാമിനൊക്കെ വെറും 24 രൂപയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിതേ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം എന്നില്ല. പക്ഷേ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കഴുകിയിട്ട് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അത്രയും വെള്ളം പാടില്ല, കാരണം നമുക്ക് മസാല നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ മസാല കുറച്ച് കഴിഞ്ഞാൽ വല്ലാതെ ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് തുടച്ചെടുക്കാൻ പറയുന്നത്. ഇനി ഞാനിതേ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൂടെ ആക്കിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്കയിൽ എത്രത്തോളം സമയം വെക്കുന്നു, ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ തലേദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബട്ടറിലും കൂടെ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ഓരോ പീസ് ഞാനിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഞങ്ങളുടെ ചാനലായിട്ടുള്ള രുചി എക്സ്പ്രസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണിലുള്ള ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. ഇനി നമുക്ക് പാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പാനിൽ ബട്ടർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനിത് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഓയിൽ വളരെ കുറച്ചാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി കാണുന്ന എല്ലാം വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളം മാത്രം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ ചിക്കനിലെ വെള്ളം മുഴുവനായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് നല്ലൊരു കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സ്ക്യൂറിൽ കുത്തി വെച്ചിട്ട് നമുക്ക് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്മോക്കി സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാർക്കോൾ എന്തെങ്കിലും കത്തിച്ചിട്ട് ഇതിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും കൂടെ ആക്കിയെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം മസാലയിൽ തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയും പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഒന്ന് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ സ്ക്യൂറിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇടയിൽ ഇതുപോലെ സവാളയും ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒണിയനൊക്കെ വെച്ച് കൊടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ചിക്കൻ്റെ കൂടെ. മാത്രമല്ല കാണാനും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഓണിയനും ഇതൊക്കെ ക്യാപ്സിക്കം കൂടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു സ്ക്യൂറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ക്യൂർ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ ടിക്കയുടെ റെസിപ്പി. നമ്മൾ പലരും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാതെ പുറത്തുനിന്നാണ് കഴിക്കാറ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും മാത്രമല്ല വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ചിക്കൻ ടിക്ക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇൻസ്റ്റയിലും FBയിലും രുചി എക്സ്പ്രസ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്